എൻ്റെ ഈ ഡാഡി എന്ന് പറയുന്ന മിസ്റ്റർ ഡേവിഡ് ഈപ്പന് ഇപ്പോൾ പോർച്ചുഗൽ അലർജിയാണ്. അയാളുടെ 2ാം ഘട്ടത്തിന് ശേഷം. ആ ദുരന്തത്തിലുണ്ടായ മോൻ ബ്രയാൻ്റെ പിറന്നാളടിന്തരം ആഘോഷിക്കാൻ സൂറിക്കിൽ പോകുന്നു പറഞ്ഞ് മുങ്ങിയതാ. നല്ല കസീനോയിലും ചൈനക്കാരികളെ കെട്ടി പിടിച്ചിരിപ്പുണ്ടാവും. കമ്പനി പൂട്ടി കിട്ടിയ കാശുണ്ടല്ലോ കളയാൻ. ബട്ട് ആ മോൾ അതെൻ്റെ കുടികിടപ്പ് അവകാശമാണ്. അത് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ ഈ അന്തം വിട്ട് നോക്കുന്നേ? മലയാളം പറയാനേ അറിയൂ, എഴുതാനും വായിക്കാനും പറയരുത്. ഇക്കഴിഞ്ഞ 20 വർഷം നിങ്ങൾ പറഞ്ഞ ഡയലോഗുകൾ, പാടിയ പാട്ടുകൾ തൊട്ട് പറയുന്നത് ഞാൻ പറയാം. Hey, I'm not exaggerating. I am your biggest fan in the world. Thanks to Mom, Tara. ഹിമ, I need to talk to you. സമാധാനമായിട്ട്. ഇതിനേക്കാൾ സമാധാനം കിട്ടിയെങ്കിൽ ലോകത്തൊരു സ്ഥലമേ ഉള്ളൂ. കുമ്പസാരക്കൂട്. എന്താ പോണോ? അത്രയും പാപമൊന്നും എൻ്റെ അക്കൗണ്ടിലില്ല. അതൊന്നടങ്കം ഒരു നെഞ്ചിൻകോട്ടിലിരുന്ന് പടവോ പടവോ എന്ന് പൊട്ടുന്നത് ഞാൻ എൻ്റെ അമ്മേൻ്റെ നെഞ്ച് തല വെച്ച് ഉറങ്ങുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ വന്നത് I need to talk to Tara. Whoops. Tara's no more. പക്ഷെ ഹീറോ വന്ന ടൈമിങ് ബെസ്റ്റാ. മറ്റേതാ മൂപ്പത്തിയുടെ ഓർമ്മ ദിവസാ. വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി ശല്യപ്പെടുത്തണ്ടേ? ഞാൻ പോകുന്നുണ്ട്. വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നാളെ രാവിലെ നേരിട്ട് ഞാൻ തന്നെ വന്ന് അറസ്റ്റ് ചെയ്തോളാം. Hey, you look kind of sexy with those grays. ഇവിടെ കൂടുതൽ കിടന്ന് കറങ്ങണ്ട. ഇവിടുത്തെ പെമ്പിളാരത്ര ശരിയല്ല. അവൾക്ക് നിങ്ങളോട് പ്രേമാണല്ലോ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെ തോന്നും. അവൾക്ക് ഞാൻ അവളുടെ അച്ഛൻ മിസ് ചെയ്യുന്ന ഇന്ത്യയാണ്. അപ്പൊ ഞാൻ എന്താണ് സർ? എൻ്റെ അപ്പനും അമ്മയും 2 പേരും ഇന്ത്യക്കാരാണ്. അവൾക്ക് എന്നെ കണ്ടിട്ട് ആൾക്കൊന്നുമില്ലല്ലോ. നീ നല്ല അസല് പറങ്കിയല്ലേ. ഫുട്ബോളും ഹിപ്ഹോപ്പും സിനിമയും വൈനും വയലൻസും ഒരല്പം വട്ടും കൂടെ ചേർന്നൊരു പറങ്കി. ആ പേര് വേണമെന്ന് പരിഷ്കരിച്ച് പങ്കി എന്നാക്കാം. പങ്കി sounds kinky. Let's go. താരയും ഞാനും തമ്മിൽ ഒരു അൺസ്പോക്കൺ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ വഴിയിൽ ഒരിക്കലും വരില്ല എന്ന്. പക്ഷെ ഈ കാലം കൊണ്ട് അവൾ നിന്റെ രൂപത്തിൽ ഇങ്ങനൊരു പണി ചെയ്തു വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. But we are 2 different people. താര ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാനെന്താന്ന് എനിക്ക് പോലും അറിയില്ല. അറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ. ഡേവിഡ്, അവര് 4 വർഷം ഒരുമിച്ച് ജീവിച്ചു. പിരിഞ്ഞപ്പോ he got my custody because he was more powerful. പക്ഷെ ഞാൻ തിരിച്ചു വരുന്നവരെ അമ്മ ഇവിടെ തന്നെ പിടിച്ചു വന്നു. അനുയാത്ര, your first film? താര അത് മാത്രമേ ഡേവിഡിനോട് ചോദിച്ചുള്ളൂ, ആസ് ഹെർ വെഡിങ് ഗിഫ്റ്റ്.
പാക്കപ്പ് ആൻഡ് റാപ്പ്. ആദ്യ സിനിമയുടെ അവസാനത്തെ ഷോട്ട്. പാക്കപ്പ് പാർട്ടി. രാത്രി ബോധം മറയും വരെ ഞങ്ങൾ എല്ലാവരും ആഘോഷിച്ചു. യാത്ര പറച്ചിലുകൾക്കിടയിൽ അവൾ എന്നോട് വന്ന് പറഞ്ഞത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയുടെ തുടക്കമായി. നീ എനിക്ക് തന്നൊരു വാക്കുണ്ട്, ഒരു ഫ്രണ്ടിന് നീ കൊടുത്ത വാക്ക്. 9 കാഫറ്റീരിയക്ക് അടുത്തുള്ള ബൂത്ത്. നീ അവിടെ എത്തിയിരിക്കണം. റിശ്തേ മേ ഹം തുമാരെ ബാപ്പ് ഹോത്തെ ഹൈ. നമ്മൾ പോകുന്നു. എങ്ങോട്ട്? മാഡ്രിഡ്. മഡ്രിഡ്? ഇനി നിന്റെ അറിവോടെ അങ്ങനൊരു ദിവസം ഉണ്ടാവില്ല എന്ന് നീ ആർക്കാ വാക്കുകൊടുത്തത്? ഡേവിഡ് ഈപ്പൻ സാറിന്. നീ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഡയലോഗ് പറഞ്ഞു. എടാ ഈ പടത്തിൽ അടുത്ത പടത്തിന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി വേണ്ട സാർ, ഇപ്പൊ തന്നെ വല്ലാണ്ട് ഓറാ. ഞാൻ ഇവിടെ എടാ ഞാൻ പറഞ്ഞ ഇത്ര ഓവറാ. ഡേ വാ, കയറി കിടക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. കടന്നു തുടങ്ങിക്കോട്ടാ. അളിയാ, എന്തുപറ്റടാ? ഒരു പ്രശ്നമുണ്ട്. ആ രാത്രിയിലാണ് ഞങ്ങളുടെ ജീവിതം ആകെ മാറിയത്. ഞാൻ സിദ്ധുവിനോടൊരു അഭിപ്രായം ചോദിച്ചു. ഇക്കാലം അത്രയും അവൻ എനിക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങളിൽ തെറ്റിപ്പോയ ഏക തീരുമാനം അതായിരുന്നു. അവൻ എപ്പോഴാ പോയതെന്നോ ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്നോ എനിക്കറിയില്ല. അവൾ ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരുന്നു. എങ്ങോട്ട്?